1946 ഒന്നാം ലോക മഹായുദ്ധം അവസാനിക്കുമ്പോൾ അഡോൾഫ് ഹിറ്റ്ലർ ആത്മഹത്യ ചെയ്തു. അതുവരെ ലോകത്തെ ഏറ്റവും വലിയ ഭീഷണിയായിരുന്നു ഹിറ്റ്ലർ. ആരാ ഹിറ്റ്ലർ കൊന്നത്? പ്രമുഖമായും ജൂതന്മാരുമാണ്. ഹിറ്റ്ലർ ആരാണ്? ആര്യൻ. ആരാ ഹിറ്റ്ലർ? ആര്യൻ. ചിന്തിക്ക്, ആര്യനാണ് ഹിറ്റ്ലർ. ആര്യനാണ്. ഫിറഔൻ ആര്യനാണ്. ഫിറഔൻ ആര്യനാണ്. 1948 ഹിറ്റ്ലർ മരിക്കുന്നത്. രണ്ടാമത്തെ കൊല്ലം അവർക്ക് രാഷ്ട്രം ഉണ്ടായി. പിന്നെന്താ അവർ ചെയ്തറിയോ? 48 മാത്രം 900 മുസ്ലിം ഗ്രാമങ്ങളെ അങ്ങോട്ട് ബുൾഡോസർ ഇട്ട് നിരപ്പാക്കിയിട്ട് ലക്ഷക്കണക്കായ മുസ്ലിമീങ്ങളെ മണ്ണിനടിയിലുണ്ടാക്കി. ആര്? ഇതേ ജൂതന്മാര്. ഹിറ്റ്ലർ ഞങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്തില്ലേ, അതുകൊണ്ട് ഞങ്ങൾ ഇനി എന്നാ ഹിറ്റ്ലറുടെ ആര്യന്മാരെ തിരിച്ചു ചെയ്യുകയാണെങ്കിൽ തിരക്കില്ല. ആര്യന്മാരെ അവരൊന്നും ചെയ്തില്ല. അവർ നേരെ ജൂതന്മാർ കഷ്ടപ്പെട്ടപ്പോൾ ജൂതന്മാരുടെ കൂടെ നിന്നവരാണ് ആര്? മുസ്ലിമീങ്ങളേത് കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ. എന്നും അങ്ങനെയാണ്. ലക്ഷക്കണക്കായ ആളുകളെ കൊലപ്പെടുത്തുകയും ലക്ഷക്കണക്കായ ജനങ്ങളെ കൊല ചെയ്യുകയും നരമേധം ചെയ്യുകയും ചെയ്ത ഏറ്റവും വിധേയരായ ആളുകളായ ജൂതന്മാർ. ലോകം മുഴുവനും ജൂതന്മാരുടെ കൂടെ നിന്നെടുത്തു. അതുകൊണ്ടാണ് 1948 ജൂതന്മാർക്ക് വേണ്ടി രാഷ്ട്രം ഉണ്ടാക്കിയപ്പോൾ ലോകം അതിന് അറബികളല്ലാതെ കൂടുതലും ആരും എതിര് പറഞ്ഞില്ല. എന്തുകൊണ്ട്? ഇവർക്ക് രാഷ്ട്രം ഉണ്ടാവട്ടെ. ലോകത്തിന്റെ നാനാഭാഗത്തും വലിച്ചെറിയപ്പെട്ട സമൂഹമായിരുന്നു അതുവരെ ജൂതന്മാര്. ലോകം കണ്ട നീതിമാന്മാരായി നീതിക്ക് വേണ്ടി പടപൊരുതാൻ വേണ്ടി വന്നിരുന്നവർ ആണ് പിന്നീട് ലോകത്തെ ഏറ്റവും വലിയ തിന്മയുടെ ആളുകളായി മാറിയത്. ഇന്ത്യ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ സാധുക്കൾക്കുണ്ടാക്കിയ പ്രസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ മറുപടി പറയുക അത് നക്സലിസമായിരിക്കും എന്നാണ്. 20-ാം നൂറ്റാണ്ടിൽ ഇന്ത്യ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ സാധുക്കൾക്ക് വേണ്ടി ഉണ്ടാക്കിയ പ്രസ്ഥാനം നക്സലിസമാണ്. നക്സലിസം പോലെ മഹത്തായ ആശയത്തിന് വേണ്ടി ഉണ്ടാക്കിയ പ്രസ്ഥാനം ഇന്ത്യയിൽ സ്വാതന്ത്ര്യത്തിന് മുമ്പുമില്ല, സ്വാതന്ത്ര്യത്തിന് ശേഷവുമില്ല. പക്ഷേ ആ പ്രസ്ഥാനം പിന്നെ ഇന്ത്യയുടെ ഏറ്റവും വലിയ ഭീഷണിയായി മാറി. എന്തുകൊണ്ട്? ശുദ്ധീകരണ പ്രക്രിയ നടന്നിട്ടില്ലെങ്കിൽ സമൂഹം നശിച്ചു പോകും. വളരെ ചിന്തിക്കണം. നിങ്ങൾ രാവിലെ പത്രം വായിക്കല്ല വേണ്ടത്. പത്രത്തിൽ വിവരമില്ല, ഇഷ്യൂസ് മാത്രമാണ് ഉള്ളത്. പത്രമല്ല വായിക്കേണ്ടത്, ചരിത്രം വായിക്കണം. ചരിത്രം പഠിക്കേണ്ടതുണ്ട്. ചരിത്രമാണ് ഏറ്റവും വലിയ പാഠം. പത്രമല്ല വായിക്കേണ്ടത്. പത്രത്തിൽ ഇഷ്യൂസാണ്. അത് നുണയും ഇഷ്യൂസായി ഉണ്ടാവും. അതിങ്ങനെ പറയും. അതിങ്ങനെ ആവശ്യമില്ലാത്ത സ്റ്റണ്ടുകൾ ഇറക്കും പത്രങ്ങൾ. അപ്പൊ അവിടെ അല്ല ചരിത്രം എന്നത് ഒരു സത്യമാണ്. എന്താണ് അവിടെ ഖുർആനിൽ പറയുന്ന ചരിത്രം? وَلَقَدْ آتَيْنَا مُوسَى الْكِتَابَ مِنْ بَعْدِ مَا أَهْلَكْنَا الْقُرُونَ الْأُولَى. ആദ്യകാലത്തെ സമൂഹങ്ങളെ നശിപ്പിച്ചതിന് ശേഷം നാം മൂസാക്ക് തത്വവേദ പുസ്തകം നൽകി എന്നാണ്. യാ സുബ്ഹാനല്ലാഹ്. അള്ളാഹു നമുക്ക് ബോധം തരട്ടെ. ഞങ്ങൾക്ക് മടുപ്പാവെന്ന് വിചാരിച്ചിട്ട് പിന്നെ അത് നിർത്തി പോവാണ്. കാരണം ഇതിനൊരു 10 ആഴ്ച പറഞ്ഞാലും ഈ ഒരു ആമുഖം പോലും അവസാനിക്കൂല. ഭയങ്കര വർത്താനായി പറഞ്ഞത്. ആരും പറയണ്ട ഞാൻ നല്ലോനാണ്, ഞങ്ങൾ നല്ലോരാണ്, ഞങ്ങൾ. ഇത് മനുഷ്യനെ നശിപ്പിച്ചിട്ടുണ്ട്. അള്ളാഹു നമ്മളെ കാക്കട്ടെ. ഇല്ലെങ്കിൽ അള്ളാഹിന്റെ ഇടപെടൽ ഉണ്ടാകണം. ഇപ്പൊ ഇവരൊക്കെ വലിയ നല്ലവരായി വന്നതാ. ഞാൻ പറഞ്ഞില്ലേ, ചരിത്രം പഠിച്ച വിദ്യാർത്ഥികൾ ഈ കൂട്ടത്തിൽ ഉണ്ടെങ്കിൽ അറിയാമല്ലോ. 20-ാം നൂറ്റാണ്ടിൽ ഭൂമി കണ്ടിട്ടുള്ള ജനാധിപത്യ പ്രഭാഷണങ്ങൾ നടത്തിയത് 2 ആളുകളാണ്. ഒന്ന് ഇറ്റലിയിൽ ബെനിറ്റോ മുസോളിനിയാണ്, ജർമ്മനിയിൽ അഡോൾഫ് ഹിറ്റ്ലറാണ്. എന്നാൽ ഇറ്റലിയുടെ ചരിത്രത്തിൽ മുസോളിനിയെ പോലെ ഒരു ഏകാധിപതിയില്ല. ജർമ്മനിയുടെ ചരിത്രത്തിൽ, ലോകത്തിന്റെ ചരിത്രത്തിൽ, 20-ാം നൂറ്റാണ്ടിന്റെ ചരിത്രത്തിൽ 19-ാം നൂറ്റാണ്ടും 20-ാം നൂറ്റാണ്ടും 18-ാം നൂറ്റാണ്ടും കൂടി ഒരു 300 കൊല്ലത്തിനിടയിൽ അഡോൾഫ് ഹിറ്റ്ലറെ പോലെ ഒരു തോന്നിയാസി ലോകത്തുണ്ടായിട്ടില്ല. പക്ഷേ അയാൾ നടത്തിയ ജനാധിപത്യ പ്രസംഗങ്ങളിൽ ജർമ്മനിയെ ഉശിർ കൊള്ളിച്ച ഒരു കാലഘട്ടം ഉണ്ടായിട്ടുണ്ട്. അയാൾ ഞങ്ങളുടെ രക്ഷകനാണ് എന്നവർ വിചാരിച്ചു. പക്ഷെ എന്തുണ്ടായത്? ചരിത്രത്തിൽ എന്തോ ഉണ്ടായത്? അയാളാണ് ഗ്യാസ് ചേമ്പറിലിട്ട് മനുഷ്യനെ കൊല്ലാൻ ഉള്ള ഏറ്റവും വലിയ പ്രക്രിയ കണ്ടുപിടിച്ചിട്ടുള്ളത്. അതായത് ഗ്യാസ് ചേമ്പറിലിട്ട് കൊല്ലുക, 10 മിനിറ്റ് കൊണ്ട് 60,000-70,000 ആളുകളെ കൊല്ലും. അതാണ് അയാളുടെ കണ്ടുപിടുത്തം. അങ്ങനെ ദശലക്ഷക്കണക്കിന് ആളുകളെയാണ് അവർ കൊന്നത്. എന്നിട്ട് എന്താ നടന്നത്? അതാണ് രസം. എന്നിട്ട് എന്താ നടന്നത്?
എന്നിട്ട് എന്താ നടന്നത്? ഇയാൾ കൂടുതൽ കൊന്നത് ആരാ? ഇയാൾ ആരാ കൊന്നത്? ജൂതന്മാരെ. എന്നിട്ട് എന്തുണ്ടായത്? അന്ന് നിങ്ങളിന്റെ കൂടെ വരണട്ടാ, ഭയങ്കര സംഭവ. അപ്പൊ ലോകം മുഴുവനും ജൂതന്മാർ ലോകത്തെ കാരുണ്യം അർഹിക്കുന്നവരാണെന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞു. ഈ കിഴക്കും പടിഞ്ഞാറും മുഴുവനും ജൂതന്മാരെ കൂടെയാണ് നിന്നോടുത്തു. ജൂതന്മാർ 1946 ഒന്നാം ലോക മഹായുദ്ധം അവസാനിക്കുമ്പോൾ അഡോൾഫ് ഹിറ്റ്ലർ ആത്മഹത്യ ചെയ്തു. അതുവരെ ലോകത്തെ ഏറ്റവും വലിയ ഭീഷണിയായിരുന്നു ഹിറ്റ്ലർ. ആരാ ഹിറ്റ്ലർ കൊന്നത്? പ്രമുഖമായും ജൂതന്മാരുമാണ്. ഹിറ്റ്ലർ ആരാണ്? ആര്യൻ. ആരാ ഹിറ്റ്ലർ? ആര്യൻ. ചിന്തിക്ക്, ആര്യനാണ് ഹിറ്റ്ലർ. ആര്യനാണ്. ഫിർഔൻ ആര്യനാണ്. ഫിർഔനും ആര്യനാണ്. ഹിറ്റ്ലറും ആര്യനാണ്. പഠിച്ചു നോക്കിയ വലിയ ബന്ധാണ് ഒക്കെ തമ്മിൽ, ഭയങ്കര ബന്ധാണ്. ഫിർഔനും ആര്യനാണ്, ഹിറ്റ്ലറും ആര്യനാണ്. ഇനി നിങ്ങൾ പറയാനുണ്ട് ബാക്കി, ഇനി നിങ്ങൾ ചിന്തിക്കാണ്ട്. എന്നിട്ട് എന്താ ഉണ്ടായത്? 1946 ഓഗസ്റ്റ് മാസത്തിൽ ഹിരോഷിമയിലും നാഗസാക്കിയിലും അമേരിക്ക ബോംബിട്ടതോടുകൂടി ജർമ്മനി തകർന്നുപോയി. ജർമ്മനിയുടെ കുതിപ്പ് തകർന്നുപോയി. രണ്ടാം ലോക മഹായുദ്ധം അവസാനിച്ചു. ഹിറ്റ്ലർ ആത്മഹത്യ ചെയ്തു. ലക്ഷക്കണക്കായ ആളുകളെ കൊലപ്പെടുത്തുകയും ലക്ഷക്കണക്കായ ജനങ്ങളെ കൊല ചെയ്യുകയും നരമേധം ചെയ്യുകയും ചെയ്ത ഏറ്റവും വിധേയരായ ആളുകളായ ജൂതന്മാർ. ലോകം മുഴുവനും ജൂതന്മാരുടെ കൂടെ നിന്നെടുത്തു. അതുകൊണ്ടാണ് 1948 ജൂതന്മാർക്ക് വേണ്ടി രാഷ്ട്രം ഉണ്ടാക്കിയപ്പോൾ ലോകം അതിന് അറബികളല്ലാതെ കൂടുതലും ആരും എതിര് പറഞ്ഞില്ല. എന്തുകൊണ്ട്? ഇവർക്കൊരു രാഷ്ട്രം ഉണ്ടാവട്ടെ. ലോകത്തിന്റെ നാനാഭാഗത്തും വലിച്ചെറിയപ്പെട്ട സമൂഹമായിരുന്നു അതുവരെ ജൂതന്മാര്. അവർ ആരാന്റെ ഭൂമിയിൽ പാർക്കേണ്ടി വന്നത് കൊണ്ടല്ലേ അവർ ഇങ്ങനെയൊക്കെ വേദന അനുഭവിച്ചത്? ആരാണ് ജൂതന്മാരെ കൊണ്ടുപോയി ജർമ്മനിയിൽ കുടിയിരുത്തിയത്? പ്രധാനമായും അതിന്റെ പിന്നിൽ ജർമ്മനിയിൽ ജൂതന്മാരെ കുടിയിരുത്തിയതിന്റെ പിന്നിൽ നെപ്പോളിയൻ ബോണപ്പാർട്ടാണ്. നെപ്പോളിയൻ ബോണപ്പാർട്ടിന്റെ 18-ാം നൂറ്റാണ്ടിന്റെ പടയോട്ടത്തിൽ ഏറ്റവും പ്രധാനമായി ചെയ്ത ഒരു കാര്യം, അയാൾ ഫ്രാൻസുകാരനായ അദ്ദേഹം ജർമ്മനി പിടിച്ചടക്കിയപ്പോൾ ലോകത്തെ ജൂതന്മാർക്ക് മുഴുവനും താമസിക്കാൻ അദ്ദേഹം ഒരു രാഷ്ട്രം നൽകി. അതാണ് ജർമ്മനി. പിന്നീട് ഹിറ്റ്ലർ 20-ാം നൂറ്റാണ്ടിൽ ജൂതന്മാരെ കൊന്നു കളഞ്ഞു. അപ്പൊ ലോകം മുഴുവനും ജൂതന്മാരെ കൊണ്ടു നിന്നു. അങ്ങനെ ജൂതന്മാർക്ക് 1948 ഒരു സമാധാനത്തിന്റെ വീടുണ്ടാക്കി കൊടുത്തു ലോകം. പിന്നെന്തുണ്ടായത്? പിന്നെന്താ ഉണ്ടായത്? എന്താണോ ജൂതന്മാരെ ഹിറ്റ്ലർ ചെയ്തത് അതിനേക്കാൾ ക്രൂരമായി ജൂതന്മാർ സാധുക്കളായ ജനങ്ങളെ തിരിച്ചണ ചെയ്തു. ഇപ്പൊ ആ ചെയ്താണ്, ഇപ്പൊ ആ പണി നടന്നുകൊണ്ടിരിക്കുന്നത്. മനുഷ്യൻ അവന്റെ അഹങ്കാരത്തിന്റെ മുണ്ടയൊടിക്കാത്ത കാലത്തോളം ഒന്നാവില്ല. അതിന് ശുദ്ധീകരണ പ്രവർത്തനം നടത്തിക്കൊണ്ടേയിരിക്കേണ്ടി വരും. അള്ളാഹു നമുക്ക് തൗഫീക്ക് തരട്ടെ. അങ്ങനെയാണ്. വളരെ ചിന്തിക്ക്. വളരെ എന്താ ചെയ്തത് ഇങ്ങോട്ട് നോക്ക്. 1946 ഹിറ്റ്ലർ മരിക്കുന്നത്. 2ാമത്തെ കൊല്ലം അവർക്ക് രാഷ്ട്രം ഉണ്ടായി. പിന്നെന്താ അവർ ചെയ്തറിയോ? 48 മാത്രം 900 മുസ്ലിം ഗ്രാമങ്ങളെ അങ്ങോട്ട് ബുൾഡോസർ ഇട്ട് നിരപ്പാക്കിയിട്ട് ലക്ഷക്കണക്കായ മുസ്ലിമീങ്ങളെ മണ്ണിനടിയിലുണ്ടാക്കി. ആര്? ഇതേ ജൂതന്മാര്. ഹിറ്റ്ലർ ഞങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്തില്ലേ, അതുകൊണ്ട് ഞങ്ങൾ ഇനി ഹിറ്റ്ലറുടെ ആര്യന്മാരെ തിരിച്ചു ചെയ്യുകയാണെങ്കിൽ തിരക്കില്ല. ആര്യന്മാരെ അവരൊന്നും ചെയ്തില്ല. അവർ നേരെ ജൂതന്മാർ കഷ്ടപ്പെട്ടപ്പോൾ ജൂതന്മാരുടെ കൂടെ നിന്നവരാണ് ആര്? മുസ്ലിമീങ്ങൾ ചെയ്ത്. കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ എന്നും അങ്ങനെയാണ്. ഈ മുസ്ലിമീങ്ങളെ ഒരിക്കലും ഒന്നും ചെയ്യാൻ പാടില്ല. എന്തുകൊണ്ട്? ഹിജ്റ 18 ഉമർ ബിൻ ഖത്താബ്, ഉറക്കപ്പറ, ഹിജ്റ 18 ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് അബൂ ഉബൈദയുടെ നേതൃത്വത്തിൽ ഷാം വിജയിച്ചു. ഹിജ്റ 18 ശ്രദ്ധിക്കണേ. ഹിജ്റ 18 മഹാനായ അബൂ ഉബൈദ റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ ഷാം വിജയിച്ചു. ഷാം വിജയിച്ചപ്പോൾ ഷാം ജെറൂസലേം ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട്
മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബിനെ കൊണ്ടുവന്നു. അന്ന് ജെറൂസലേം ഭരിച്ചിരുന്നത് റോമൻ ക്രിസ്ത്യാനികളാണ്. അങ്ങനെ ക്രിസ്ത്യാനികളുമായി കരാറൊപ്പെട്ടു മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. അന്ന് കാര്യമായി ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് ക്രിസ്ത്യാനികൾ എന്താ പറഞ്ഞറിയോ? നല്ല രസമുള്ള വർത്താന പറഞ്ഞത്. ഒരു കാരണവശാലും ജൂതന്മാരെ ജെറൂസലേമിലേക്ക് അടുപ്പിക്കരുത്, അവരോട് അനുകമ്പ കാണിക്കരുത്. ആര് പറഞ്ഞു? ക്രിസ്ത്യാനികൾ പറഞ്ഞു. ആരോട്? ഉമർ ഖത്താബിനോട്. എന്തുകൊണ്ട്? എന്തിനാണ് ഉമർ ബിൻ ഖത്താബിനോട് അങ്ങനെ പറയേണ്ടി വന്നു? ഉമർ ബിൻ ഖത്താബ് ദീനാനുകമ്പയുള്ള ആളാണ്. സ്വാഭാവികമായും അവർക്കൊക്കെ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കും എന്ന് ക്രിസ്ത്യാനികൾ ഭയപ്പെട്ടു. ക്രിസ്ത്യാനികളാണ് എന്ത് ചെയ്തത്? എന്നാൽ ക്രിസ്ത്യാനികളാണ്, റോമക്കാരാണ് AD 2-ാം നൂറ്റാണ്ടിൽ ഹർദിയാലിന്റെ കാലത്ത് ജൂതന്മാരെ ജെറൂസലേമിൽ നിന്ന് ആട്ടിയോടിച്ചത്. വളരെ ചിന്തിക്കണം. നിങ്ങൾ എന്റെ മുഖത്ത് നോക്കി കണ്ണൂരിൽ ഒരു കാര്യമില്ല. ദീൻ മനസ്സിലാക്കണമെങ്കിൽ ഒരു ആയത്ത് പഠിക്കണം. സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. അത് പഠിക്കാത്തവർക്ക് ഒരു ചുക്കും അറിയില്ല, ഒന്നും അറിയില്ല. വളരെ ചിന്തിക്കണം. AD 2-ാം നൂറ്റാണ്ടിൽ ഹർദിയാലിന്റെ കാലത്ത്, റോമൻ ഹർദിയാലിന്റെ കാലത്ത് ജെറൂസലേമിൽ നിന്ന് ജൂതന്മാരെ ആട്ടി ഓടിച്ചത് ഇവരാണ്, റോമക്കാരാണ്. ആ റോമക്കാർ പിന്നീട് AD 4-ാം നൂറ്റാണ്ടിൽ ക്രിസ്ത്യാനികളായി. പിന്നെ ജെറൂസലേമിൽ ക്രിസ്തീയ ഭരണമായി. പിന്നെ AD 7-ാം നൂറ്റാണ്ടിൽ ഉമർ ഇബ്നുൽ ഖത്താബ് വന്നു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തങ്ങൾ വന്നു. ബഹുമാനപ്പെട്ടവരുടെ അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു നേതൃത്വത്തിൽ ശാം വിജയിച്ചു. ഏറ്റെടുക്കാൻ വേണ്ടി വന്നു മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ്. അപ്പോൾ ക്രിസ്ത്യാനികൾ പറഞ്ഞ് കരാറൊപ്പെട്ടു. ഇപ്പോഴും ആ കരാറൊപ്പെട്ട ഭാഗം മനോഹരമായി അടയാളപ്പെടുത്തിയിട്ടുണ്ട്. കനീസത്തുൽ ഖിയാമയുടെ ഭാഗത്ത്, ജെറൂസലേമിലെ കനീസത്തുൽ ഖിയാമയുടെ ഭാഗത്ത് കോമ്പൗണ്ടിന്റെ ഉള്ളിൽ തന്നെ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കരാറൊപ്പിട്ട് കൊടുത്ത സ്ഥലം ഇന്നും മനോഹരമായി സൂക്ഷിച്ചിട്ടുണ്ട്. അവിടെ ഇപ്പോൾ ഒരു പള്ളിയുമുണ്ട്, മസ്ജിദ് ഉമർ എന്ന പേരിൽ. അന്ന് ജൂതന്മാര്, ക്രിസ്ത്യാനികൾ പറഞ്ഞ ഒരു കാരണവശാലും ജൂതന്മാർക്ക് ഇവിടെ ചാൻസ് കൊടുക്കരുത് എന്നാണ്. അത്ര വലിയ ശത്രുക്കളായിരുന്നു ജൂതന്മാരും ക്രിസ്ത്യാനികളും. അപ്പോൾ ജൂതന്മാർക്ക് വേണ്ടി വാദിച്ചു ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഇങ്ങോട്ട് നോക്ക്. ജൂതന്മാർക്ക് വേണ്ടി വാദിച്ചു ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. അവർക്കൊരു ഭൂമി വേണ്ടേ? അവരെ അങ്ങനെ ഒഴിവാക്കി വിട്ടാൽ പറ്റുമോ? അവരെ കയ്യിൽ നിന്ന് തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ ഒരു സമാവി മതത്തിന്റെ ആളുകളല്ലേ എന്നൊക്കെ പറഞ്ഞു ജൂതന്മാർക്ക് വേണ്ടി വാദിച്ചു ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. അവസാനം അങ്ങനെ കരാറായി ക്രിസ്ത്യാനികളും ഉമർ ഇബ്നുൽ ഖത്താബും തമ്മിൽ. എന്നാൽ ഐലാത്ത് വിട്ടുകൊടുക്കുക. അങ്ങനെയാണ് ഐലാത്തിൽ ജൂതന്മാർ താമസമർപ്പിച്ചത്. ഐലാത്ത് എന്നാൽ ജെറൂസലേമിൽ നിന്ന് 500 കിലോമീറ്റർ ഉണ്ട് ഐലാത്തിലേക്ക്. അങ്ങനെ ഐലാത്ത് താമസമർപ്പിക്കുക. ഐലാത്ത് എന്നും അഖബ എന്നും ഒക്കെ താരീഖുകളിൽ കാണാം. ആ സ്ഥലം ഇന്നൊരു 4 നേഷൻസിന്റെ സംഗമ ഭൂമിയാണ്. ഒരു ഭാഗത്ത് സൗദി അറേബ്യ, ഒരു ഭാഗത്ത് ജോർദാന്, ഒരു ഭാഗത്ത് ഈജിപ്ത്, ഒരു ഭാഗത്ത് ഇസ്രായേൽ. ഈ 4 രാഷ്ട്രങ്ങളുടെയും കേന്ദ്രമാണ് ഇന്ന് ഐലാത്ത്. ആ ഐലാത്തിൽ ജൂതന്മാരെ പാർപ്പിക്കാൻ അവർക്ക് വേണ്ടി വാദിച്ച ആളാണ് ആര്? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു. അതങ്ങനെ തന്നെ ആ പള്ളിയുടെ ചുമരിൽ അവർക്ക് വേണ്ടി ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ വാദിച്ചു എന്ന് ജെറൂസലേമിലെ പള്ളിയുടെ മുകളിൽ മനോഹരമായി എഴുതിയിട്ടുണ്ട്. എന്നിട്ട് എന്തുണ്ടായത്? പിന്നെ ഈ 2 വിഭാഗങ്ങളും കൂടി ഒന്നിച്ചു കൂടിയിട്ട് കുതന്ത്രം നടത്തി. ആർക്കെതിരെ? മുസ്ലിങ്ങൾക്കെതിരെ. ഇന്ന് ആ പണിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. വളരെ ചിന്തിക്കണം. وَلَقَدْ آتَيْنَا مُوسَى الْكِتَابَ مِنْ بَعْدِ مَا أَهْلَكْنَا الْقُرُونَ الْأُولَى. ഭയങ്കരം ചിന്തിക്കണം. ഇവിടെ ഒരാളും നിലനിൽക്കുമെന്ന് വിചാരിക്കണ്ട. ഇവിടെ ശുദ്ധീകരണം നടക്കാത്ത ഒരു ജനതയും നിലനിൽക്കുകയില്ല. ശുദ്ധീകരണം നടന്നുകൊണ്ടേയിരിക്കണം. ഇല്ലെങ്കിൽ മനുഷ്യൻ രണ്ടുപേരും അഹങ്കാരം ഉണ്ടാവും. അള്ളാഹു നമ്മളെ കാത്തി രക്ഷിക്കട്ടെ. അള്ളാഹു നമ്മെ ഇല്ലെങ്കിൽ അവന്റെ അതിന്റെ പൊരുളിലേക്ക് തിരിച്ചു പോകണം. അതിനെ പൊരുളൊന്നും ഉണ്ടാവില്ല. ഏതൊരു പ്രസ്ഥാനവും അതിന്റെ നന്മയിൽ ജനകീയമായ അടിത്തറയിലാ തുടങ്ങുക. പക്ഷെ അത് വളർന്നു പോയാൽ, അത് പിന്നെ ജനകീയവൽക്കരിച്ചു പോയാൽ അതിന്റെ സമ്പൂർണ്ണ വിശുദ്ധിയും നഷ്ടപ്പെട്ടു പോകും. അതിന്റെ സ്വഭാവമാണ്. വളരെ ചിന്തിക്കണം.
ഇന്നിപ്പോ ലോകത്തിന്റെ അവസ്ഥ എന്താ? ഇന്ന് ഇവരെന്നല്ലേ വലിയ ഒരു കാലത്ത് ഏറ്റവും കഷ്ടപ്പെട്ടിരുന്ന ആളുകൾ കോടീശ്വരന്മാരെയാണ് കൊന്നത്. അവർക്ക് വേണ്ടിയിട്ടാണ് സ്വിസ് ബാങ്ക് ഉണ്ടാക്കിയത്. അക്കാലത്ത് ജർമ്മനിയിലെ ജൂതന്മാര് എന്ത് ചെയ്യും? ജർമ്മനിയിലെ ജൂതന്മാര് ഭയങ്കര പൈസക്കാരാ. അവര് സ്വർണത്തിന്റെ പല്ല് വെക്കും. പല്ലുകൊണ്ട് പല്ലിനെ സ്വർണം കിട്ടും. സ്വർണം കൊണ്ട് കിട്ടും പല്ലുകള്. ഹിറ്റ്ലർ രണ്ടാം ലോക മഹായുദ്ധ കാലഘട്ടത്തില് ജൂതന്മാരെ അറസ്റ്റ് ചെയ്താല് ആദ്യം ജയിലിൽ കയറുന്നതോടുകൂടെ പല്ല് തട്ടിക്കഴിച്ചെടുക്കും. തിന്നാൻ കൊടുക്കൂല. പിന്നെ പല്ലിന്റെ ആവശ്യമില്ലല്ലോ. പല്ലുകൊണ്ട് ഇവിടെ ആവശ്യം ഉണ്ടേനും. മനസ്സിലായില്ല? എന്തൊക്കെയാ ചെയ്തത്? സ്വർണം കൊണ്ട് കെട്ടു. നല്ല തിളക്കുള്ള പല്ലുണ്ടാവും ജൂതന്മാർക്ക്. ഇന്നത്തെ മാപ്പിളാരെ പോലെ മാപ്പിളാർക്കൊക്കെ റാഡോ വാച്ച് ഉണ്ടല്ലോ. എല്ലാവരും കയ്യിൽ നല്ല തിളക്കുള്ള വാച്ച്. ഇന്ന് മാപ്പിളാരൊക്കെ കയ്യിൽ നല്ല തിളക്കുള്ള റാഡോ വാച്ച് ഉണ്ട്. അന്ന് ജൂതന്മാരുടെ ഒരു വലിപ്പത്തരായിരുന്നു എന്ത്? മാപ്പിളാരെ വലിപ്പത്തരാണ് ഈ റാഡോ വാച്ച്. ആഴ്ചയിൽ മാറ്റുന്ന കാറ്. അങ്ങനെ അതിന് നമ്മൾ ആയത്തോതും റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന എന്നൊക്കെ അള്ളാഹ് നമ്മളോട് പറഞ്ഞിട്ടില്ല. പറഞ്ഞിട്ടില്ല എന്നൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ. പക്ഷെ തുടച്ചു മാറ്റണ പണിയാക്കും. അത് നടന്നുകൊണ്ടേയിരിക്കും. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കും. വളരെ ചിന്തിക്കണം. വളരെ ചിന്ത ഭൂമിയാണ്. ഇവിടെ രീതിയുണ്ട്. ചിന്തിക്കണം. ചിന്തിക്ക്. അത് നടന്നുകൊണ്ടേയിരിക്കും. പല്ല് തട്ടിക്കഴിച്ചെടുക്കും. സ്വർണത്തിന്റെ പല്ലുകൾ തട്ടിക്കഴിച്ചെടുക്കും ഹിറ്റ്ലറുടെ പട്ടാളം. എന്നിട്ട് എന്ത് ചെയ്യും? എന്നിട്ട് ആ പല്ലുണ്ടാവില്ല. അങ്ങനെ അങ്ങോട്ട് കയറ്റും. ജയിലിന്റെ പുറത്ത് ഒരു പാത്രം ചോറ് വെക്കും. 3 ദിവസം 4 ദിവസം കൂടുമ്പോ ഒരു പാത്രം ഭക്ഷണം ജയിലിന്റെ സെല്ലിന്റെ പുറത്തുണ്ടാവും. 16, 18, 20 ആളുകൾ ഒരു സെല്ലിൽ ഉണ്ടാവും. എന്നിട്ട് സെല്ലിന്റെ കൂടാണ് തുറക്കണോട് കൂടെ ഇവർ ഈ ഭക്ഷണത്തിന് കടിപിടി കൂട്ടിയിട്ട് അടിച്ച് ഓരോരുത്തരെ കൊല്ലും. 3-4 ദിവസം കൂടുമ്പോഴാണ് ഒറ്റ പാത്രം ഭക്ഷണം സെല്ലിന്റെ മുകളിൽ വെക്കും. അതുകൊണ്ട് പട്ടാളക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു തമാശയാണ്. ഹിറ്റ്ലറുടെ പട്ടാളക്കാർ ഇവര് തമ്മിൽ കൊല്ലണ കാണാൻ. അവരൊക്കെ സ്വന്തം ആളുകളുമാണ് ഇതൊക്കെ ചെയ്തത്. അതിന് മുഴുവനും വിധേയരായ ആളുകളോ ജൂതന്മാര്. ഈ ജൂതന്മാരെ അക്കാലത്ത് ഏറ്റവും സഹായിച്ച ആളുകൾ അറബികള്. എന്നാൽ 948 അധികാരം കിട്ടിയപ്പോൾ ഈ അറബികളെ നെഞ്ഞത്തിട്ട് അവർ ചവിട്ടിയത്. ബാബുൽ മഹാറബയിൽ മാത്രം 135 വീടുകളെ പെണ്ണുങ്ങളെ കുട്ടികളെ ഇറക്കാതെ ബാബുൽ മഹാറബയിൽ മണ്ണിലിട്ട് മൂടിയെന്നാണ്. ബഹുമാനപ്പെട്ട ബൈത്തുൽ മുഖദ്ദസിന്റെ വാതിലുകളിൽപ്പെട്ട ഒരു വാതിലാണ് ബാബുൽ മഹാറബയിൽ 135 കുടുംബങ്ങളെ പോരേന്ന് ഇറക്കാതെ തന്നെ പുറത്തേക്ക് പോകാൻ സമ്മതിക്കാതെ മണ്ണിട്ട് മൂടി ജീവനോടുകൂടെ. 135 കുടുംബം എന്ന് പറഞ്ഞാൽ എത്ര ആയിരം മനുഷ്യന്മാരുണ്ടാവും? 900 ഗ്രാമങ്ങളാണ് നശിപ്പിച്ചത്. നശിപ്പിക്കാന്ന് പറഞ്ഞാൽ ബുൾഡോസർ ഇട്ടങ്ങോട്ട് നേരത്തെ തന്നെ. പിൽക്കാലഘട്ടത്തിൽ ചില സ്ഥലങ്ങളിൽ 100 കണക്കിന് തലയോട്ടിയുള്ള കുഴികൾ. 100 കണക്കിന് തലയോട്ടി. മുസ്ലിമീങ്ങളെ തലയോട് 100 കണക്കിന് തലയോട് ഒറ്റ കുഴിന്ന്. ഇതൊക്കെ ആരാ ചെയ്തത്? യഹൂദികള്. ഈ യഹൂദികളായ 20-ാം നൂറ്റാണ്ടിൽ 946 മുമ്പ് ഏറ്റവും പ്രയാസം സഹിച്ചവര്. എന്നിട്ട് അധികാരം കിട്ടിയപ്പോഴോ ലോകത്തിന് മേക്കിട്ടേറി. ഇത് മനുഷ്യന്റെ സ്വഭാവമാണ്. അള്ളാഹു നമ്മളെ കാക്കട്ടെ. ഉറക്കപ്പറ അള്ളാഹു നമ്മളെ കാക്കട്ടെ. അതുകൊണ്ടാണ് ഖുർആനിലെ ഓരോ ആയത്തും എന്തുമുതൽ തുടങ്ങിയത്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കരുണയും പിന്നെ കരുണയുമായ അള്ളാഹുവിന്റെ നാമത്തിൽ. മനുഷ്യൻ പഠിക്കേണ്ടത് കരുണയാണ്. വളരെ ചിന്തിക്കണം. പിന്നെ ഇസ്ലാമിന്റെ സ്വഭാവമുണ്ട്. ഇസ്ലാം ശുദ്ധീകരണ പ്രവർത്തനം നടത്തിക്കൊണ്ടേയിരിക്കും. ഇല്ലെങ്കിലോ തകർന്നു. ജനത തകരോ. വലഖദ് ആതൈനൽ മൂസൽ കിതാബ മിൻ ബഅദി മാ അഹ്ലക്നൽ ഖുറൂനൽ ഊലാ ബസ്വാഇറ ലിന്നാസ്. ഏതൊരാളും അങ്ങനെ വരിക. ഏതൊരാളും അധികാരത്തിലേക്കാണ് വരുന്ന നേരത്തെ എന്തായിരിക്കും? ജനാധിപത്യപരമായ കാര്യങ്ങളാ പറയാ. ജനോപകാരപ്രദമായ കാര്യങ്ങൾ പറയും. അതെല്ലാവരും അങ്ങനെയാണ്. പക്ഷെ അവർ പിന്നെ ലോകത്തിന് തന്നെ ഭീഷണിയാവും. ഇന്നലെ ഒരാൾ എന്നോട് ചോദിച്ചു, ഇങ്ങനെയൊക്കെ തോന്നിയാസം ചെയ്താൽ പിന്നെ അള്ളാഹു ഇടപെടൂലേ? ചിലപ്പോൾ അള്ളാഹു പെട്ടെന്ന് ഇടപെടും, ചിലപ്പോൾ ഇടപെടൂല. എന്തുകൊണ്ട് പെട്ടെന്ന് ഇടപെടൂല? 2 ഭാഗത്തും ശൈത്താന്മാരാകുമ്പോൾ അള്ളാഹു ഇടപെടൂല. ഒരു ശൈത്താന്റെ കയ്യിൽ നിന്ന് അധികാരം വാങ്ങി മറ്റൊരു ശൈത്താന് കൊടുക്കുന്നത് എന്തിന്?
അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. വളരെ ചിന്തിക്കണം. ചിന്തിക്ക്. 1, 2 എല്ലാം കൂടെ ശരിയാക്കാനുള്ള ദിവസമായിട്ടുണ്ടാവും. അങ്ങനെയും വരും. നമ്മൾ കല്യാണത്തിന് പന്തലിട്ടാല് രാവിലെ കളിക്കണ കുട്ടികള് പന്തലിന്റെ തൂണുമ്മ പിടിച്ച് കളിക്കുകയാണ് എങ്കിൽ വല്യപ്പ സിറ്റ് ഔട്ടിലിരുന്നാണ് ചീത്ത പറയും, ഉയരവിടുന്ന് എന്ന് പറയും. എന്തുകൊണ്ട്? മനസ്സിലായില്ല. പന്തലിട്ടു. രാത്രി ആരോ വന്നിട്ട് കല്യാണമാണ്. ശനിയാഴ്ച രാത്രി ആളുകൾ പന്തലിട്ടു, ഞായറാഴ്ച രാവിലെ കല്യാണമാണ്. കുട്ടികൾ വരുമ്പോൾ കാണുന്നത് മുറ്റത്ത് പന്തലാണ്. അപ്പൊ സ്വാഭാവികമായി അവർ പന്തലിന്റെ കാല് പിടിച്ചിട്ട് ഓട്ടം ചാട്ടം കളിക്കും. അപ്പൊ വല്യപ്പ ചൂടാവും. എന്തുകൊണ്ട്? കല്യാണം നടന്നിട്ടില്ല. 2 മണിയായിട്ടാണ് ഇവർ കളിക്കുന്നതെങ്കിലോ, ഒരു 2 മണി കഴിഞ്ഞിട്ടാണ് ഇവർ കളിക്കുന്നത്. ഒരാൾ കളിക്കുന്നതിനിടയിൽ ഒരു പന്തലിന്റെ കാല് പറിഞ്ഞ് മറ്റേ കാലും പറിച്ചു. പകുതി മുക്കാൽ പായ ആ വല്യപ്പന്നെ അവിടെ മുറ്റത്തിരുന്നിട്ട് സിറ്റ് ഔട്ടിലിരുന്നിട്ട് അങ്ങനെ ചിരിക്കും. പറിക്കടാ എന്നറിയും. എന്തുകൊണ്ട്? പറയും. ഞായറാഴ്ച ആയതുകൊണ്ടാണ് ഞാൻ ആ ഉദാഹരണം പറഞ്ഞത്. ചിന്തിക്ക്. എന്തുകൊണ്ട്? ഇനിത് പറിക്കാനുള്ളതാണ്. ഇനി കുറച്ചാണ് പറിച്ചോട്ടെ. അത്രയും എളുപ്പമായി. അത്രയേ ഉള്ളൂ. അള്ളാഹു നമ്മളെ കാക്കട്ടെ. അടക്കി പന്തൽ പൊളിക്കാനായിട്ടുണ്ട്. ഏതായാലും എന്നാ ഇനിയിപ്പോ ഒരു കാലായിട്ട് ആ കാല് ഇളക്കിയാൽ പറയും അതിന് നന്നു. പണിക്കാരനാ പണി പറയുമല്ലോ. ഇസ്രാഫീലിന് പണി പറയുന്ന എല്ലാവരുണ്ട് അലൈഹിസ്സലാം. ചിന്തിക്കണം. ചിന്തിക്ക്. ചിലപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെയൊക്കെ ആവും. അല്ലാഹു തആല നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. പക്ഷെ ഇവിടെ ഒരു സംഗതി വളരെ വലിയ സത്യമാണ്. ഒരാളും അഹങ്കരിക്കണ്ട. ഈ ദുനിയാവിന്റെ ഏറ്റവും വലിയ നഷ്ടം ഇബ്ലീസിന് സംഭവിച്ചത് അഹങ്കാരമാണ്. ഖിയാമത്ത് നാൾ വരെയുള്ള നഷ്ടം അഹങ്കാരമാണ്. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഉറക്കപ്പറ, അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അപ്പൊ ഇത് നമ്മൾ വളരെ ചിന്തിക്കണം. നമ്മളൊക്കെ എൻ്റെ ആളുകളായി മാറും. നമ്മളറിയാതെ നമ്മൾ അതിലൊക്കെ പെട്ടു. ചിലപ്പോൾ ഇബാദത്ത് പോലും മനുഷ്യന് അഹങ്കാരം നൽകും. അതുകൊണ്ടല്ലേ എന്താ പറഞ്ഞത്? ചിലപ്പോൾ സുന്നത്ത് നോമ്പ് നോൽക്കുന്നതിനേക്കാൾ നല്ലത് പള്ളം നിറച്ച് തിന്ന് നടക്കലായിരിക്കും. എന്തുകൊണ്ട്? സുന്നത്ത് നോമ്പ് മനുഷ്യന് അഹങ്കാരം തരികയാണെങ്കിൽ. അല്ലാഹു നമ്മളെ കാക്കട്ടെ. എന്തിനാ മനുഷ്യൻ ഇബാദത്ത് ചെയ്യുന്നത്? അഹങ്കാരം പോകാൻ വേണ്ടി. പക്ഷെ ചിലപ്പോൾ അഹങ്കാരം ഉണ്ടാവും. എന്തുകൊണ്ട്? ഇബാദത്ത് കൊണ്ട്. അല്ലാഹു നമ്മളെ കാക്കട്ടെ. ഇങ്ങോട്ട് നോക്ക്. ചിലപ്പോൾ സുന്നത്ത് നോമ്പ് നോൽക്കുന്നതിനേക്കാൾ നല്ലത് നോമ്പ് ഉപേക്ഷിക്കലായിരിക്കും. എന്തുകൊണ്ട്? സുന്നത്ത് നോമ്പ് സുന്നത്താണ്. അല്ലാഹു ഒരു അടിമയെ നിർബന്ധിച്ചിട്ടില്ല. പിന്നെയോ അടിമക്ക് അതുകൊണ്ട് കിബർ ഉണ്ടാവുകയാണെങ്കിൽ അടിമ ഇബ്ലീസിന്റെ തട്ടിലേക്കാണ് പോകും. അല്ലാഹു നമ്മളെ കാക്കട്ടെ. വളരെ ഇതുവരെ നിയന്ത്രിച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണത്? പള്ളിയിൽ ഒരാൾ വന്നിട്ട് നിസ്കരിച്ചു. സുജൂദ് കുറച്ച് നീണ്ടുപോയി. അപ്പോൾ നിസ്കാരത്തിന്റെ ദീർഘമായ സുജൂദും റുകൂഉം ഒക്കെ കണ്ട് പള്ളിയിൽ ഉണ്ടായിരുന്ന ആളുകൾ അത്ഭുതപ്പെട്ടു. അപ്പോൾ കയറി വന്നു സയ്യിദുനാ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ. അവരിങ്ങനെ കയറി വന്നപ്പോൾ ആളുകൾ പറഞ്ഞു, ഭയങ്കര നമസ്കാരം. അപ്പോൾ ഇബ്നു ഉമർ തങ്ങൾ പറഞ്ഞു, ഭയങ്കര നമസ്കാരമായിരുന്നു, നന്നായിരുന്നു. പക്ഷെ പൊരയിലാകണം, ഇവിടെ അല്ല. മനസ്സിലായില്ല? ഭയങ്കര സുജൂദും ഭയങ്കര റുകൂഉം ഒക്കെ ആയിട്ട് നല്ല ഉഷാറായിരുന്നു. പള്ളിയിലല്ല, എവിടെയാണെങ്കിൽ ആരും കാണാതെ ഓന്റെ പൊരി ചെയ്യണം. ഇവിടെയല്ല, ഇവിടെ ജനങ്ങളെ മുന്നിൽ ആളാകുകയാണ്. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ല? ഇനിയിപ്പോ എന്താ പറയാനുള്ളത്? നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? ചിന്തിക്കണം, ചിന്തിക്ക്. അതുകൊണ്ടാണോ ഈ ആയത്ത്? കാരണം ഒരു മനുഷ്യൻ ഇങ്ങനെ സാധുവായിട്ടാണ് നടക്കുക. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹുവിന്റെ കാലത്ത് അങ്ങനെ സാധുവായിട്ട് നടക്കും.
അപ്പൊ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ചോദിച്ചെന്തേ അവന് പറ്റിയത്? അപ്പോ അവന്റെ ചങ്ങായിമാര് പറഞ്ഞു, വഇബാദുർ റഹ്മാനില്ലദീന യംശൂന അലൽ അർളി ഹൗന എന്ന ആയത്ത് പഠിച്ചതിന് ശേഷം അങ്ങനെ സാധുവായിട്ട് നടക്കാണ്. അപ്പൊ വിളിച്ചു, മര്യാദക്ക് മനുഷ്യന്മാര് നടക്കണമായിട്ട് നടന്നില്ലെങ്കിൽ അടിച്ച് പുറം നമ്മൾ വിളിച്ചു എന്നാണ്. മനുഷ്യന്മാര് നടക്കണ നടന്നതാണ്. മനസ്സിലായില്ല? വഇബാദുർ റഹ്മാനില്ലദീന യംശൂന അലൽ അർളി ഹൗന, മുഅ്മിനീങ്ങളൊക്കെ വളരെ വിനയത്തോടു കൂടിയാണ് നടക്കുന്ന ആയത്തിറങ്ങിയപ്പോ ഓൻ പിന്നെ ഇങ്ങനെ തലയൊക്കെ ഒരു സൈസിക്ക് ചരിച്ച് ഓൻ ഇങ്ങനെ സാധുവായി നടക്കാൻ തുടങ്ങി. ഇത് കണ്ടപ്പോൾ ഉമർ ഇബ്നു ഖത്താബ് ചോദിച്ചു, ഇവന് വല്ലതും പറ്റിയോ? അപ്പൊ പറഞ്ഞു, ഓന് പറ്റിയിട്ടൊന്നുമില്ല, ഓൻ ആയത്ത് പഠിച്ചതിന് ശേഷം പിന്നെ ആണ് സാധു ആയതാണ്. അപ്പൊ പറഞ്ഞു, ആ സാധു എന്റെ മുന്നിലാകണ്ട, മനുഷ്യന്മാര് ജീവിക്കണം. ഇത് മനുഷ്യന്റെ മനസ്സിലുണ്ടാകേണ്ട പ്രത്യേകതയാണ്, അല്ലാതെ അങ്ങനെ തല നോക്കിയിട്ട് നടക്കലല്ല അതിന്റെ അർത്ഥം. അത് ഓൻ ആളുകളെ മുന്നിൽ ആളാകാൻ ചെയ്യാണ്. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ല? പറഞ്ഞേ മനസ്സിലായോ? വിനയം കാണിക്കേണ്ടത് ഇങ്ങനെ തല തൂക്കിയിട്ട് കുമ്പിട്ട് നടക്കലല്ല, അത് ഓന്റെ മനസ്സിലാണ് വിനയം കാണിക്കേണ്ടത്. ഇങ്ങനെ ആളുകളെ മുന്നിൽ ചങ്ങായിമാരോട് ചോദിച്ചു എന്റെ മോന് പറ്റിയെന്ന്. അപ്പൊ പറഞ്ഞു, വഇബാദുർ റഹ്മാനില്ലദീന യംശൂന അലൽ അർളി ഹൗന എന്ന ആയത്ത് തന്നെ ആയത്ത് ഇറങ്ങിയതിനു ശേഷം യംശി കഅന്നഹു മരീദുൻ, അവന് രോഗിയാണ് എന്ന കോലത്തിൽ അവൻ നടക്കാൻ പടച്ചോനെ പേടിച്ചിട്ട്. അപ്പോൾ പറഞ്ഞു, അതിന് പടച്ചോന്റെ നാട്ടിൽ പോകേണ്ടി വരും, ഉമറിന്റെ നാട്ടിൽ പുറത്ത് അടി കിട്ടും മനുഷ്യന്മാരടക്കം നടന്നിട്ടില്ലെങ്കിൽ. അത് മനുഷ്യന്റെ മനസ്സിന്റെ പ്രത്യേകതയാണ്, അല്ലാതെ നടത്തത്തിൽ ജനങ്ങളെ കാണിച്ചുകൊണ്ട് ചെയ്യുന്നത് അഹങ്കാരത്തിന്റെ ഭാഗമാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു എന്താ പറയേണ്ടത്? അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. വളരെ ചിന്തിക്കണം, അള്ളാഹുലേക്ക് മടങ്ങി. ഭൂമിയുടെ ചരിത്രം പഠിച്ചാൽ ഭയങ്കര അത്ഭുതമാണ്, വളരെ വളരെ വലിയ അത്ഭുതമാണ്. പടയോട്ടങ്ങൾ എന്തൊക്കെയാ നടന്നത് ലോകത്ത്, എന്തൊക്കെയാ നടന്നത്. ഏറ്റവും വലിയ ധിക്കാരികളെ അള്ളാഹു ഒന്നുമല്ലാതാക്കി, പിന്നെ ഒന്നിനും പറ്റാത്ത ഒരു ജനതക്ക് അല്ലാഹു അധികാരം നൽകി. ഇല്ലേ? ഈ അധികാരം കിട്ടിയപ്പോഴോ ഒന്നുമില്ലാത്തൊരു ജനതക്ക് അല്ലാഹു തആല അധികാരം നൽകി. പേടിച്ചിട്ട് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കൂടെ വന്നിരുന്ന ഒരു ജനതക്ക് പേടി. ഫിറൗനെ നൈൽ നദിയിൽ ചത്തുന്നോ ചാണവര് കണ്ടു. എന്നിട്ടും പറഞ്ഞവര് ഫിറൗൻ ചാവൂലാന്ന്. ആജാതി പേടി ആരെ? ഫിറൗനെ. وَإِذْ فَرَقْنَا بِكُمُ الْبَحْرَ فَأَنْجَيْنَاكُمْ وَأَغْرَقْنَا آلَ فِرْعَوْنَ وَأَنْتُمْ تَنْظُرُونَ. നിങ്ങൾ നോക്കി നിൽക്കവേ അവര് മുങ്ങണത് നിങ്ങൾ കണ്ടില്ലേ? എന്നിട്ട് ഇവര് വിശ്വസിച്ചില്ല. അവര് പറഞ്ഞു ഫിറഔൻ ചാവൂലാന്ന്. അപ്പോൾ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിനോട് ദുആ ചെയ്തു. അപ്പോൾ ചെങ്കടലിൽ ഫിറഔന്റെ ഡെഡ് ബോഡി ഒഴുകി നടക്കുന്നത് കാണിച്ചു കൊടുത്തു ഇവർക്ക്. അപ്പോൾ പിന്നെ ഒരു ചെയ്തെന്താ അറിയോ? നല്ല രസമുണ്ട്. ഈ ഡെഡ് ബോഡി കണ്ടപ്പോ ഒരു പാഞ്ഞ് എവിടേക്ക്? എന്തിന്? സുജൂദ് ചെയ്യാനല്ല, ഫിറഔന്റെ കൊട്ടാരം കൊള്ളയാന്. തിരിഞ്ഞിട്ടില്ല. ഭയങ്കര മനുഷ്യന്റെ കാര്യട്ടാ ഇതൊക്കെ ഇരുന്ന് ഭയങ്കര. നിങ്ങൾ നല്ല ഉഷാറിലാണോ? 16 ലക്ഷത്തെ കടലും കടത്തി കൊണ്ടുവന്നു ആര്? മൂസാ നബി അലൈഹി സ്വലാം. എന്നിട്ട് ചെങ്കടൽ കരയിൽ കയറി. അപ്പോൾ ഈ ചെങ്കടലിൽ ചാവണ കാണിച്ചു കൊടുത്തു. ആരെയാണ്? ഫിറഔനും ആളുകളും ചാവണ കാണിച്ചു കൊടുത്തു സയ്യിദുനാ മൂസ. എന്നിട്ട് ഇവര് വിശ്വസിച്ചില്ല, ഫിറഔൻ ചാവൂലാന്ന്. ഫിറഔൻ അങ്ങനെ ചാവൂലാന്നാണ് ആരെ വാദം. നമ്മളിങ്ങനെ നോക്കിയിരുന്ന ഫിറഔൻ ഇങ്ങനെ വരുപ്പോന്നാണ് പറയാ. ഓൻ ചത്തുടൊന്ന് ഓൻ ആ കരിയിലേലും കയറി പോയിട്ടുണ്ടാവും. ഇങ്ങോട്ട് വന്നപ്പ കുടുങ്ങും. അതുകൊണ്ട് ഞങ്ങൾ ഫിറഔനെതിരായി ഒന്നും ചെയ്യൂല എന്നാണ് ആര് പറയുന്നത്? പടച്ചോനെ പേടിയില്ല. ആരെ പേടിയാണ്? ഫിറഔനെ പേടിയാണ്. അതിൽ അള്ളാഹുനോട് ദ്വാരുന്നു മൂസാ നബി അലൈഹി സ്വലാം, പടച്ചോനെ ഈ കൗമിനെ ഇത് ചത്തിറക്കണമെന്ന് കാണിച്ചു കൊടുക്കുക. അതിൽ വെള്ളത്തിന്റെ മുകളിൽ പള്ള വീർത്തിട്ട് പൊന്തി ആര്? ഫിറഔൻ. ഇങ്ങനെ പൊന്തിയപ്പോ ഇവർക്ക് മനസ്സിലായി ഫിറഔൻ ചത്ത് എന്നാണ്. കണ്ടതോടുകൂടെ ഈ ലക്ഷക്കണക്കായ ജനങ്ങൾ മിസ്റിലേക്ക് തിരിച്ചാണ് മണ്ടി. ഒരൊറ്റ ആള് മൂസാ നബിയെ അൽഹംദുലില്ലാഹ് ഈ ഉപകാരം ഞങ്ങള് മറക്കൂലിട്ടൊന്ന് ഒരൊറ്റ ആള് മൂസാ നബിയോട് അറിയില്ല. ഒറ്റ പാച്ചില് എവിടേക്ക്? മിസ്റിലേക്ക് തിരിച്ചു പാഞ്ഞു. എന്തിന്? ഇവൻ ചത്തല്ലോ. അപ്പൊ അവനെ എന്തുണ്ടാവും? കൊട്ടാരത്തിൽ സ്വർണ്ണല്ലേ, അത് എടുത്തു പോരാൻ. മനസ്സിലായില്ല? നിങ്ങൾ ഇവിടെ ഉണ്ടോ? ഞങ്ങൾക്ക് സത്യം പറഞ്ഞുതരാം. ഈ കാലഘട്ടത്തിൽ വേറൊരു സംഭവം ഉണ്ടാവുന്നുണ്ടല്ലോ. എന്ത്? മൂസാ നബി തൗറാത്തിലേക്ക് പോകുന്ന സമയത്ത് നിങ്ങൾ സ്വർണം കൊണ്ടുവന്നവരാണെങ്കിൽ ഞാൻ പശുക്കുട്ടിയെ ഉണ്ടാക്കി തരാന്ന് പറയുന്നുണ്ടല്ലോ. ആര്? സാമിരി വന്നിട്ട്
ഈ ഉടുതുണിക്ക് മറുതനില്ലാത്ത ബര കയ്യിൽ എവിടുന്ന സ്വർണ്ണത്തെ? എന്തൊരു മനുഷ്യന്മാരാണ് നിങ്ങൾക്കന്തല്ലേ, മനുഷ്യനടാ ഒരു കാലത്ത് നന്നാവൂല. ഇജ് എവിടെ നിന്ന് ബുക്ക് വാങ്ങി ഞാൻ എഴുതി ഒപ്പിട്ട് തരാം, മനുഷ്യരിക്കലും നന്നാവൂല. നിങ്ങളെ കരുനാക്ക് പറഞ്ഞിട്ട് പറയല്ലേ മൂല്യരൻ. എടാ മനുഷ്യനെ പടച്ചോൻ പറഞ്ഞിക്കണ ഇന്ന ഹൂക്കാന ലലൂമൻ, ഓൻ വലിയ അക്രമിയാണ്. ലലൂമ് അക്രമിയാണ്. ആര്? മനുഷ്യനടാ, മനുഷ്യന് അക്രമിയാണ്. ഓനെ പടച്ചോൻ പറഞ്ഞിട്ട് ഈശ് സുന്നത്താക്കി ഒറ്റപ്പാച്ചില് മൂസാനബിനെ കെട്ടിപ്പിടിച്ച് ഈ ഉപകാരം ഞങ്ങൾ മറക്കൂലട്ടോ ഓരോ ഒറ്റ ഒരു വാക്ക് മൂസാനബി പറഞ്ഞാൽ തല്ല് കിട്ടുന്ന പേടിച്ചിട്ടല്ലാതെ ഇവര് സ്വീകരിക്കൂല. എന്തൊക്കെ നന്ദി കേട് കട്ടി പോയിട്ട് കൊട്ടാരം കൊള്ള ചെയ്ത് കോടാന 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 കോടി സ്വർണവും ഉരുപ്പടികളും ഇസ്രായേലികൾ പോയിട്ട് ഈജിപ്തിൽ നിന്ന് കട്ട് പോന്നു. പിന്നെ ഒരു മൂസാനബിന്റെ പിന്നാലെ കൂടി. പിന്നെ അവർക്ക് ഇതന്നെ പരിപാടി, സ്വർണം കൊടുക്കല് വാങ്ങല് തന്നെ. തൗറാത്തൊന്നും അവർക്ക് ശ്രദ്ധല്ല. മനസ്സിലായില്ല? ഈ ജനതക്കാണ് വലക്കത് ആതൈനാ മൂസൽ കിതാബ മിൻ ബഅദി മാ അഹ്ലക്നൽ ഖുറൂനൽ ഊലാ. ഇവരുടെ കയ്യിൽ അന്ന് എന്തുണ്ട്? പള്ളർച്ച സ്വർണം. ആരെ കട്ടത്? ആ ഫിറഔന്റെ കൊട്ടാരം കട്ടത്. ചിന്തിക്ക്. ₹1 ഭക്ഷണത്തിന് കൊടുക്കണ്ട, ഭക്ഷണം അല്ലാഹ് സ്വർഗത്തിൽ നിന്ന് ഇറക്കി കൊടുക്കും. ചെലവില്ല, പൈസ പള്ളം നിറച്ച്. പൈസ ഇല്ലാത്ത 2 മനുഷ്യന്മാരേ ഉള്ളൂ, ഒന്ന് മൂസാ നബിയും ഹാറൂൻ നബിയും. അവർ കക്കാനും പോയിട്ടില്ല, കുതിര ഓടാനും പോയിട്ടില്ല. ഇവർ രണ്ടാളെ കയ്യിൽ 10 പൈസയില്ല. അതുകൊണ്ട് ഇവര് പറഞ്ഞത് ആരോട് കേൾക്കൂല. ഹാറൂൻ പറഞ്ഞത് തീരെ കേൾക്കൂല. മൂസാനെ കേൾക്കാൻ കാരണം എന്താ അറിയാം? മൂസ പണ്ട് ഒരു ഒറ്റയടിക്ക് ഒരാളെ കൊന്നിട്ടുണ്ട്. അതുകൊണ്ട് കൈ തലേക്ക് വെച്ച കഴിഞ്ഞ് കഥ. അതുകൊണ്ട് പേടിയാണ്. കാരണം ഈ സ്വർണം കൊണ്ട് ഒരു ഉപകാരം ഉണ്ടാകണമെങ്കിൽ ജീവൻ ബാക്കി ഉണ്ടാവണല്ലോ. ആ ഒരു പേടിയാണ്. ആരെ? ആ മൂസ. ഹാറൂൻ നബീനൊക്കെ ഒരു വിലയില്ല. പശുക്കുട്ടിക്ക് ആരാധിക്കാവുന്ന ആ സന്ദർഭത്തിൽ ഹാറൂൻ അവിടെ ഉണ്ട്. മൂസാ നബി തൗറാത്ത് വാങ്ങാൻ വേണ്ടി പോയപ്പോ ഹാറൂനോട് പറഞ്ഞു, ഹാറൂനെ ഖുലുഫ്നി ഫീ ഖൗമി വലാ തത്തബിഅനി, മോശപ്പെട്ടവരെ പിൻപറ്റരുത്, ഈ നോക്കണം ശ്രദ്ധിക്കണട്ടോ എന്ന് പറഞ്ഞിട്ടാണ് സബീൽ മുഫ്സിദീൻ, മോശപ്പെട്ടവരെ പിൻപറ്റരുത് ശ്രദ്ധിക്കണട്ടോ എന്ന് പറഞ്ഞ് ഏൽപ്പിച്ചിട്ടാണ് പോണത്. ആര്? മൂസാ നബി. ആരെ? ഹാറൂന്. ഹാറൂൻ പാവ. ഹാറൂന് വെള്ളം അറിയും, തല്ലൂല. ഹാറൂൻ പല്ല് വെള്ള. അഖീ ഹാറൂൻ വഅഫ്സഹു മിന്നി, أخي هارون هو أفصح مني ولا أملك إلا نفسي وأخي أخي هارون هو أفصح مني. എന്നെക്കാളും മനോഹരമായി പ്രസംഗിക്കാൻ കഴിയുന്ന ആളാണ് ആര്? ഹാറൂൻ എന്ന് മൂസാ നബി സമ്മതിക്കുന്നതായി ഖുർആൻ പറയുന്നുണ്ട്. ഭയങ്കര വയലു പറയും. ഇവർക്ക് വയലൊന്നും പ്രശ്നമല്ല, ഇവർക്ക് തല്ല് മാത്രമേ പ്രശ്നമുള്ളൂ. തൗറാത്ത് വാങ്ങാൻ പോയിട്ട് ഹാറൂൻ അവിടെ ഇരുന്നു. ഹാറൂൻ ഇരുന്ന മലഞ്ചെരിവ് ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പോഴും ആ മലഞ്ചെരിവിന് വാദി ഷെയ്ഖ് എന്ന് പറയാം. വാദി ഷെയ്ഖ് എന്ന് പറഞ്ഞാൽ ഷെയ്ഖ് ഇരുന്ന താഴ്വര. ആരാ ഷെയ്ഖ്? ഹാറൂന്. ഹാറൂൻ നോക്കി അങ്ങനെ ഇരുന്ന് ജനങ്ങളെ പശുക്കുട്ടിക്ക് ആരാധിക്കരുതിട്ട് അവരാ ഭാഗത്തേക്ക് ശ്രദ്ധിക്കുന്നില്ല. അവർ പശുക്കുട്ടിക്ക് ഇങ്ങനെ ആരാധിക്കും. എന്തുകൊണ്ടുണ്ടാക്കിയ പശുക്കുട്ടി? സ്വർണം. ഈ ആരാധിക്കണം എന്തിനാ? അതും രസമുണ്ട്. ആരാധിക്കണം എന്തിനാ? ഇനി നിങ്ങൾക്ക് വല്ല ആവശ്യം ഉണ്ടെങ്കിൽ ഈ ദൈവത്തോട് വന്ന് പറഞ്ഞാൽ മതി എന്ന് പറയാണ് ആ സാമിരി. അപ്പോൾ അവർ ആവശ്യം നേടിയെടുക്കാൻ വേണ്ടി അവർ പശുക്കുട്ടിയെ ആരാധിക്കാം. ഈ പശുക്കുട്ടിയെ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കുതിരക്കുളമ്പടിയുടെ സ്ഥലത്ത് നിന്ന് മണ്ണെടുത്ത് കൊണ്ടുവന്നു ജ്യോത്സ്യൻ. ഈ ജ്യോത്സ്യന് ജിബ്രീലിനെ അറിയാം, സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാം. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കുതിരക്കുളമ്പടിയിൽ നിന്ന് മണ്ണെടുത്ത് കൊണ്ടുവന്നിട്ട് ഈ സ്വർണം കൊണ്ടുണ്ടാക്കിയ പശുക്കുട്ടിയുടെ നേരെ വായിലേക്കാണ് കയറ്റി. അതുകൊണ്ട് തന്നെ ഈ ഇതിന് ചില പ്രത്യേകമായ അത്ഭുതങ്ങൾ കാണിച്ചിരുന്നു ഈ പശുക്കുട്ടി. ആളുകൾ ഇങ്ങനെ തവാഫ് ചെയ്തിട്ട് എന്തെങ്കിലും ആവശ്യം പറയുമ്പോൾ അതിനൊരു ചെറിയ എന്നൊരു ഒച്ച ഉണ്ടാക്കും വായിന്ന്, സ്വർണത്തിന്റെ പശുക്കുട്ടി. അപ്പോൾ അവർക്ക് സമാധാനാവും. നമ്മൾ പറഞ്ഞ ദൈവം സ്വീകരിച്ച് കേട്ട്. അതിനിടയിലാണ് എന്തുണ്ടായത്? മൂസാ നബി മല ഇറങ്ങി വരുന്നുണ്ട് എന്ന് ഇടയന്മാരാരോ വന്ന് പറഞ്ഞ്. അപ്പൊ പാഞ്ഞോട് പെരുമ്പാച്ചിട്ട് വാങ്ങി. കാരണം തല്ല് കിട്ടും. ആരെ കയ്യിൽ നിന്ന്? മൂസാ നബിയുടെ കയ്യിൽ തല്ല് കിട്ടും. എന്നാ ഇവരെ കൊല്ലങ്ങൾ എത്രയാ? 30 കൊല്ലം മിസ്രിലിട്ടവരെ പഠിപ്പിച്ചു, നന്നായില്ല. പിന്നെയോ വഅൻസൽനാ അലൈക്കുമുൽ മന്ന വസ്സൽവാ, കട്ടിത്തേനും കാടപ്പക്ഷിയും അല്ലാഹു തആല ഇറക്കി
ഉണ്ടാക്കി കൊടുത്തു. അതും ചെയ്തു സയ്യിദുനാ മൂസ. പൊരയുടെ മുറ്റത്തേക്ക് നേരം വെളുത്താൽ പുല്ലിലും കല്ലിലും ഒക്കെ ഇട്ട് നല്ല മനോഹരമായ കട്ടിത്തേനുണ്ട് ഇറങ്ങി വരും. കാടപ്പക്ഷി പൊരയേക്കണ് വരും. ഒരു കെണിയും വെക്കണ്ട, അന്നന്ന് തിന്നാളെ കാടപ്പക്ഷി പൊരയിലെത്തും. മനസ്സിലായില്ലേ? ഈ കാടപ്പക്ഷി പുഴുങ്ങി തിന്നും, കട്ടിത്തേനും കുടിക്കും. സ്വർഗത്തിലെ ഭക്ഷണം. ആരോഗ്യത്തിന് എവിടേക്കും പോണോ? കൊളസ്ട്രോൾ ഇല്ല, ഷുഗർ ഇല്ല. സ്വർഗത്തിൽ ഷുഗർ ഇല്ലല്ലോ. മനസ്സിലായില്ല? എവിടുത്തെ തേനാണ്? സ്വർഗത്തിലെ തേന് 30 കൊല്ലം തിന്നത്. 30 കൊല്ലം തേന അങ്ങനെ കുടിക്കാം, ഇറച്ചി അങ്ങനെ തിന്ന. 30 കൊല്ലം. തൗറാത്ത് പഠിക്കണം. തൗറാത്ത് ഒരൊറ്റ അക്ഷരം പഠിച്ചില്ല. ശത്രുവിനെ പേടിക്കണ്ട, ശത്രു നശിപ്പിച്ചു. സ്വർണം പള്ള നിറച്ച്. ചെലവ് ആര് കൊടുക്കും? അല്ലാഹു. മരുഭൂമിയിലാ താമസിക്കണേ. അതിന് മരുഭൂമിയിൽ അല്ലാഹു സുബ്ഹാനഹു തആല എന്താ ചെയ്തെന്നറിയോ? മരുഭൂമിയിൽ അല്ലാഹു തആല പർവ്വതത്തിന്റെ മുകൾ ഭാഗത്തെ ഇങ്ങനെ വളർത്തി ഇങ്ങനെ കൊണ്ടുവന്ന്, മറ്റേ പർവ്വതത്തിന്റെ മുകൾ ഭാഗം ഇങ്ങനെ വളർത്തി കൊണ്ടുവന്നു. അപ്പോൾ ഇതിനിടയിൽ പന്തലിട്ട പോലെയായി. എന്തില്ല? വെയിലില്ല, നല്ല സുഖം. അവിടെ അങ്ങനെ തിന്നങ്ങനെ സ്വർഗത്തിന് ഭക്ഷണം കിട്ടി അങ്ങനെ കൂടും. വള വെക്കാൻ വേണ്ടി വളയും മാലയും വെക്കാൻ വരുന്ന ചെട്ടിച്ചയാള് പൂരം കഴിഞ്ഞാൽ കിളകളെന്ന് പറഞ്ഞിരിക്കുമല്ലോ എന്നതുപോലെ. മനസ്സിലായില്ല? പൂരത്തിന് വളയും മാലയും ഒക്കെ വിൽക്കാൻ വേണ്ടി വരുന്ന ചെട്ടിച്ചികള് വളയും മാലയും വിറ്റ് കഴിഞ്ഞാൽ പിന്നെണ്ടല്ലോ ബസ് വരുന്നവരെ കാലും നീട്ടി കിളകളാന്ന് ഇരിക്കണേ. ഇതേപോലെ തീറ്റ കഴിഞ്ഞാൽ അങ്ങനെ വർത്താനം പറഞ്ഞു കൂടും. ആകെ മൂസാനെ പേടിയുള്ളൂ. വെള്ളത്തിൽ പോകുന്നൊരു തൊപ്പിക്കുട പോലത്തെ ഒരു കല്ല്. ആ കല്ലിന്ന് വെള്ളം ഇങ്ങനെ ഒഴുകുക. എവിടെ നിന്നാലും ആ വെള്ളം എടുക്കുക. ഇവിടെ തന്നെ വരണമെന്നില്ല, വെള്ളം 12 ഭാഗത്തേക്ക് ഒഴുകുക. മനസ്സിലായില്ല? 12 അരുവികളായി ഒഴുകും. 12 ഒരു തൊപ്പിക്കുട വട്ടത്തിൽ പോകുന്ന ഒരു കല്ല്. ആ കല്ലിൽ നിന്ന് വെള്ളം ഇങ്ങനെ ഒഴുകും. ആ വെള്ളം ഓരോരുത്തരെടുക്കും. അവരവരെ വീട്ടിന്റെ മുറ്റം നിന്നാൽ വെള്ളച്ചാൽ ഇങ്ങനെ പോകും. ഈ കല്ലിന്ന് വരുന്ന വെള്ളം. ഉറവാണ് പൊട്ടി കല്ലിൽ നിന്ന്. അപ്പൊ തീറ്റക്ക് കുഴപ്പമില്ല, കുടിക്ക് കുഴപ്പമില്ല, എയർ കണ്ടീഷന്, പള്ള നിറച്ച സമ്പത്ത്, വരുമാനം എമ്പാടും, ചെലവിന് വിഷയമില്ല. കാരണം ഭക്ഷണം ആര് കൊടുക്കും? അള്ളാഹു കൊടുക്കും. വെള്ളത്തിന് വെള്ളക്കാരല്ല, ഒന്നുമില്ല. കിണറിൽ വെള്ളം പറ്റോ പേടിയില്ല. വേനൽ നല്ല 56 ഡിഗ്രിയിലെ സമയത്ത് മേലെ തണലുണ്ട്, അടിഭാഗത്ത് അരുവികൾ ഒഴുകുന്നുണ്ട്. എവിടെ? സീനായി മരുഭൂമിയില്. ദുനിയാവിൽ ഏറ്റവും വെള്ളക്ഷാമം ഉണ്ടാവേണ്ട നാടാണ് ഏത്? പറയടോ, സീനായി മരുഭൂമി. അവിടെയാണിത്. എന്നിട്ട് അള്ളാഹ്ക്ക് ആരാധിക്കണം എന്ന് പറഞ്ഞു. അള്ളാഹിനെ പരസ്യമായിട്ടൊന്ന് കാണിച്ചോണ്ടെന്നാ ആരാധിക്കാൻ. അപ്പൊ പറഞ്ഞു അള്ളാഹിനെ പരസ്യമായിട്ട് കാണിച്ചു കൊടുക്കല് നടക്കൂല. നയ്യ കണ്ടുകണോ ചോദിച്ചു. ഞാനും കണ്ടിട്ടില്ല. ഞങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റൂല. ഈശോട്ട് കണ്ടിട്ടില്ല. പിന്നെ എന്ത് വിചാരിച്ച നമ്മൾ ഇത് ആരാധിക്കണോ ചോദിച്ചു. ഞങ്ങൾക്ക് നടക്കൂല. അപ്പോഴാണ് മൂസാ നബി സിനായ് കുന്നിന്റെ മുകളിൽ പോയി പറഞ്ഞ റബ്ബി അരിനി അള്ളൂറിലേക്ക് പഠിച്ചോണേ, ഒരു വട്ടെങ്കിലും എന്നെ എനിക്കൊന്ന് കാണിച്ചു. ഈ കൗമിന് മുന്നേ പോയി പറയാലോ എനിക്ക്, ഞാൻ ഒരു വട്ടം പഠിച്ചോനെ കണ്ടിട്ടുണ്ട്. അതും നടന്നില്ല. പിന്നെ വായും വന്ന് ഇങ്ങനെ വരും. അങ്ങനെ വന്നാ ബേക്കിന്ന് അള്ളാന്റെ ഭക്ഷണം കഴിച്ച് ഈ നെമത്തൊക്കെ ആസ്വദിച്ച് ഈ ഇരിക്കണ തല തൂക്കിയിട്ട് ബേക്കിന്ന് മൂസാ നബി കാണാതെ ചിരിക്കും. വഴി പറഞ്ഞു കൊടുത്താൽ പറയും. അതായത് മൂസ കേട്ട വഴി എന്നാ പറയുന്നത്. അതിന് വേറെ ആരെയും കേട്ടോ? മൂസ നമ്മളെ പൊട്ടനാക്കാൻ അങ്ങനെയൊന്നും ഉണ്ടാവില്ലാറും. അവസാനം എന്താ നിങ്ങളെ പ്രശ്നം എന്ന് വെച്ചു. അപ്പൊ പറഞ്ഞു മൂസ, ഈ പടച്ചോൻ പറയുന്നത് കേട്ടു എന്ന് പറഞ്ഞിട്ട് വേണം വന്ന് പറയുന്നു. ഞങ്ങളോട്ട് കേട്ടിട്ടുമില്ല. അതുകൊണ്ട് ഞങ്ങളെ കൂട്ടത്തിൽ നമ്മളൊരു കേൾക്കണോ നല്ലത് സ്വീകരിക്കൂലാറും. അപ്പൊ പറഞ്ഞു എന്നാല് നിങ്ങൾ കേൾക്കൂല, ഞാനേ കേൾക്കുള്ളൂ, എന്നാ ഞങ്ങൾ വിശ്വസിക്കൂലാറും. കുടുങ്ങി. അവസാനം മൂസാ നബി പറഞ്ഞു, എന്നാ ഞാൻ ഈ കൂട്ടത്തിൽ 70 ആളെ തെരഞ്ഞെടുത്തിട്ട് അവർക്കും കൂടി ഇത് കേൾപ്പിച്ചു തരാൻ വേണ്ടി അള്ളഹാനോട് പറയാന്ന് പറഞ്ഞു. അങ്ങനെ പ്രധാനപ്പെട്ട 70 ആളെ തെരഞ്ഞെടുത്ത് ഇവരെയും കൊണ്ട് സിനായ് മരുഭൂമിയിലെ കുന്നിന്റെ മുകളിൽ, തുവാ കുന്നിന്റെ മുകളിലേക്ക് പോയി അള്ളഹാനോട് പറഞ്ഞു, അള്ളാഹ് ഈ വട്ടം ഞാൻ വേറൊരു കണീസും കൊണ്ടാണ് വന്നത്. കാരണം അത് പോയി പറഞ്ഞിട്ട് ഈ അമുക്കളത് വിശ്വസിക്കുന്നില്ല. അവർക്ക് ഇവരും കൂടി കേൾക്കണത്രേ. ഇവരെ കൂട്ടത്തിലെ പ്രധാനപ്പെട്ട 70 ആളെ തെരഞ്ഞെടുത്ത് എന്റെ കൂടെ അയച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ പ്രാവശ്യം പറയുന്ന വഹി ഇവർക്കും ഈ ഒന്ന് കേൾപ്പിച്ചു കൊടുത്തു. മേഘം കിട്ട് മൂടി നിൽക്കും. അങ്ങനെയായിരുന്നു അള്ളാന്റെ കലാമ്.
മനസ്സിലായില്ലേ? ഒരു മേഘവരങ്ങനെ മൂടും, അപ്പൊ ഇങ്ങനെ അശരീരിയായി പറയുന്നത് ഇങ്ങനെ കേൾക്കും. അതിങ്ങനെ മൂസാ നബി ഉൾക്കൊള്ളും പോരും. അങ്ങനെയായിരുന്നു പതിവ്. അങ്ങനെ മൂസാ നബി ദുആ ചെയ്തപ്പോൾ മേഘം മൂടി, 70 ആളെയും മൂസാ നബിയെ മേഘം മൂടി. അശരീരി ഇങ്ങനെ വന്നു, അള്ളാന്റെ സന്ദേശം ഇങ്ങനെ വന്നു. ആ ശബ്ദമൊക്കെ അവർ കേട്ടു, സ്വീകരിച്ചു, തിരിച്ചു വന്നു. അതുകൊണ്ട് കുടുങ്ങി. അതുകൊണ്ട് എന്താണ്ടായത്? പിന്നെ കൊടുക്ക്. പിന്നെ മൂസാ നബി ആ കൗമില് ആ വഴി പറയാൻ വേണ്ടി എണീറ്റ് നിന്നാൽ ഒരുത്തൻ പറയും, അതങ്ങനെയല്ല മൂസാ, ഇജ്ജ് പറയല്ലേ, ഞങ്ങളും കേട്ടതാണ്, അതങ്ങനെയല്ല. ആ വഴി മൊത്തം ലാപ്സായി. അതിൽപ്പെട്ട ഒരു ഒറ്റ വഴി കിട്ടിയില്ല, ഒക്കെ പോയി. അതായത് അതങ്ങനെയല്ല എന്ന് പറയും. മറ്റോ വേറൊരു വഴി പറഞ്ഞ അതല്ലല്ല അള്ള പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് മൂസ, അതങ്ങനെയല്ല. ഒരു സമയത്തുണ്ടായ വഴി മുഴുവൻ നഷ്ടപ്പെട്ടു. കാരണം പേര് പറയാതെ അങ്ങനെയല്ല. ജനങ്ങൾ കൺഫ്യൂഷനായി. ജനങ്ങളെ നേതാക്കന്മാരാണ് എത്ര? 70 ആള്. ഓല അവിടുത്തെ യൂണിയന്റെ നേതാക്കന്മാരാണ്. ഈ യൂണിയന്റെ നേതാക്കന്മാർ പറഞ്ഞതിനപ്പുറം മറ്റൊരു കേൾക്കൂല. അവസാനം കുടുങ്ങി. അവസാനം ഈ ദേശത്തിൽ ഇങ്ങനെ നിൽക്കുമ്പോഴാണ് അസ്രായേൽ റൂഹിനെ പിടിക്കാൻ വരുന്നത്. പിന്നെ പള്ള നിറച്ച് അടിച്ചു. ആര്? അസ്രായേലിനെ തച്ചിട്ട് ആ ദേശം നിർത്ത് ഒന്നണ്ട് ഒടിച്ച് കൊടുത്തീമനണ്ട് ഒടിച്ച്. ആർക്ക്? തല കല്ലായ നേരത്ത് മനുഷ്യൻ ബാപ്പയാണോ ഉമ്മയാണോ നോക്കാത്ത നേരം ഉണ്ടാവില്ല മനുഷ്യന്. അസ്രായേലിന് വന്നു. എന്തേന്ന് ചോദിച്ചു. നിങ്ങളെ പിടിച്ചല്ല മടി പറഞ്ഞിട്ടുണ്ട്. പിന്നെ അസ്രായേലാന്നൊന്നും നോക്കിയില്ല. ആര്? എന്നാണ് സ്വഹീഹുൽ ബുഖാരിയിലെ ഹദീസ്. കണ്ണ് കേട് വരുത്തണ അടി അടിച്ചു. ആരെ? അസ്രായേലിനെ അലൈഹിസ്സലാം. ഫറജഅ ഇലാ റബ്ബിഹി. കേടായ കണ്ണും കൊണ്ട് അസ്രായേൽ മടങ്ങിപ്പോയി. ആരടുത്തേക്ക്? പടച്ചവനെ, ഈ കാലം വരെ ഇങ്ങനെ ഒരു മുസീബത്ത് ഉണ്ടായിട്ടില്ല. റോഹം പിടിച്ച് പോരാന്നല്ലാതെ ഇത് പള്ള നിറച്ച് തല്ലും കിട്ടിയല്ലോ എന്ന് പറഞ്ഞു. അപ്പോ അള്ള പറഞ്ഞേ, സാരല്ല അസ്രായേലേ, നിങ്ങള് പിന്നെ മൂസാ നബിയോട് നല്ല നല്ല വാക്ക് പറയേ. മൂസ അനുഭവിച്ച വിഷമം അനുഭവിക്കുകയാണെങ്കിൽ നിങ്ങളും തല്ലും. ആ ജാതി പ്രയാസത്തിലാണ് ആര്? മൂസ. വന്ന് തിരിച്ചു, നിങ്ങൾക്ക് എന്താ വേണ്ട ചോദിച്ചു. നിങ്ങൾക്ക് ഒരു കാളക്കൂറ്റന്റെ പുറത്ത്, നിങ്ങൾക്ക് മരിക്കണത് പേടിയുണ്ടെങ്കിൽ ഒരു കാളക്കൂറ്റന്റെ പുറത്ത് ഒരു കൈ ഇങ്ങനെ വെച്ചാൽ, ഒരു കാളയുടെ പൂഞ്ഞപ്പുറത്ത് കൈ ഇങ്ങനെ വെച്ചാൽ എത്ര രോമം അതിൽ ഉൾപ്പെടുമോ അത്രയും വർഷങ്ങൾ ഭൂമിയിൽ താമസിക്കാനുള്ള സമ്മതം തരാമെന്ന് അള്ളാഹു ഏറ്റിട്ടുണ്ട് എന്ന് അസ്രായേൽ മൂസാ നബിയോട്. അപ്പോഴത്തേന് മൂസാ നബിക്ക് സമാധാനമായിട്ടുണ്ട്. ഒക്കെ അടങ്ങിയ നേരാണ്. അത് കഴിഞ്ഞാലും മരിക്കണ്ടേന്ന് ചോദിച്ചു. മരിക്കണം എന്ന് പറഞ്ഞു. എന്നാ റോഡ് ചോദിച്ചു. പിന്നെ നിങ്ങൾ ആദ്യം എന്നെ അടിച്ചാട്ടിന്ന് വെച്ചു. ഇവിടെ വെച്ച് എന്നെ പിടിക്കരുത്, എനിക്ക് ഈ കൗമിന്റെ നടുന്ന് എന്നെ പിടിക്കാൻ പറ്റൂല. നീബോ മലയിലാണ് അന്ന് മൂസാ നബിയും ഇസ്രായേലികളും അന്ന് നീബോ മലയുടെ മുകളിലാണ്, നീബോ താഴ്വരയിലുമാണ്. നീബോയിൽ നിന്ന് മൂസാ നബി ഇസ്രായേൽ കൊണ്ടുപോയി. അതുകൊണ്ട് ജൂത പ്രമാണവും നമ്മളും തമ്മിൽ ഇവിടെ നിന്ന് എതിരാവും. ജൂതപ്രമാണം അനുസരിച്ച് മൂസ ദൈവമാണ്. ദൈവം നീബോ മലയിൽ നിന്ന് തന്റെ അർശിലേക്ക് ഉയർന്നു എന്നാണ് ആരുടെ വാദം? ഇസ്രായേൽ. അവരത് പറയാൻ ന്യായമുണ്ട്. അവരനുസരിച്ച് അവിടുന്ന് പോയി എന്നാണ്. ചിന്തിക്ക്. യെറൂസലേമിലും പരിസരത്തും എവിടെയൊക്കെ മുസ്ലിമീങ്ങളുടെ ഒരു മഹത്തായ സ്ഥലം ഉണ്ടോ അവിടെ എല്ലാം ജൂതന്മാർ വന്ന് പ്രശ്നം ഉണ്ടാക്കും. എന്നാൽ സ്വന്തം നബിയായ മൂസാ നബിയുടെ ഖബറിങ്ങൾക്ക് അവർ വരികയില്ല. എന്തുകൊണ്ട്? ആ ഖബറിനെ അവർ അംഗീകരിക്കൂല. മനസ്സിലായില്ല? നസൽനാ ഇൻദൽ കസീബിൽ അഹ്മരി ലൗ കുൻതു സമ ലഅറൈതുകും ഹാദൽ ഖബറ. ഞാൻ ആ സ്ഥലത്ത് നമ്മൾ ഒരുമിച്ച് കൂടിയിരുന്നുവെങ്കിൽ ഞാൻ ആ ഖബർ നിങ്ങൾക്ക് കാണിച്ചു തരുമായിരുന്നു. ചുവന്ന മണൽക്കുന്നിന്റെ അരികിൽ ഇറങ്ങിയെന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ മിഅ്റാജിന് പോയപ്പോൾ അവിടെ ഇറങ്ങി ഞങ്ങൾ മൂസാ നബിയെ ഞാനും ജിബ്രീൽ അലൈഹിസ്സലാം സിയാറത്ത് ചെയ്തു. റഅയ്തു മൂസ യുസല്ലി ഫീ ഖബ്രിഹി. ഖബറിൽ മൂസാ നബി നിസ്കരിക്കുന്നത് ഞാൻ കണ്ടു എന്ന് മുഹമ്മദ് മുസ്തഫ. ആ ഖബറിന്റെ അടുത്തെങ്ങാനും നാം ഒരുമിച്ച് കൂടിയാൽ ഞാൻ ആ ഖബർ നിങ്ങൾക്ക് കാണിച്ചു തരുമായിരുന്നു ഹബീബായ മുഹമ്മദ് മുസ്തഫ. ഈ ഖബറിനെ ചോദ്യം അംഗീകരിക്കൂല. അവിടുന്ന് കൊണ്ടുപോയി നീബോ മലയുടെ മുകളിൽ നിന്ന് കൊണ്ടുപോയി നീബോ മലയുടെ മുകളിൽ നിന്ന് ഒരു 10-60 കിലോമീറ്റർ ഉണ്ടാവും ഈ സ്ഥലത്തേക്ക്. നീബോ മലയുടെ മുകളിൽ നിന്ന് 10-60 കിലോമീറ്റർ ഉണ്ട് ഈ ഏരിയയിലേക്ക്. ചിന്തിക്ക്. അപ്പൊ നോക്കൂ നിങ്ങള്, ഇതാണ് ഇസ്രായേലി ജനത. ഇത് ഏത് ജനതയുടെ അവസ്ഥയും അങ്ങനെ തന്നെയാ. ഏത് ജനതയുടെ അവസ്ഥ അങ്ങനെയാ. അപ്പോൾ ശുദ്ധീകരണ പ്രവർത്തനം നടത്തി. ഏതാണ് ഈ ശുദ്ധീകരണം? അഹങ്കാരല്ലേ അറിയാക്ക.
ഇദാ ഗളിബല്ലാഹു അലാ ഖൗമിൻ യുസല്ലിത്തുല്ലാഹു അലൈഹിമുൽ ളാലിമ, ഒരു ജനത്തിന്റെ മേൽ അള്ളാഹുവിന് കോപം വന്നാൽ അക്രമിയെ പിടിച്ച് ഭരണാധികാരിയാക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ. വിഷയത്തിലേക്ക് തിരിച്ചു വരി. ഇദാ ഗളിബല്ലാഹു അലാ ഖൗമിൻ, ഒരു ജനത്തിന്റെ മേൽ അള്ളാഹുവിന് കോപം വന്നാൽ യുസല്ലിത്തുല്ലാഹു അലൈഹിമുൽ ളാലിമ, അക്രമിയെ പിടിച്ച് അവരുടെ മേൽ ഭരണാധികാരിയാക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ. അപ്പോൾ പിന്നെ പൊരുത്തപ്പെടിക്കണം ആരെ? അള്ളാഹുവിനെ. അള്ളാഹുവിന്റെ ഒളബുള്ളതിന്റെ അടയാളമാണ് എന്ത്? ഒരു ജനതയുടെ മേൽ അള്ളാഹുവിന്റെ ഒളബിറങ്ങുക എന്നതാണ്. എന്തിന്റെ കാരണം? അവരുടെ ഭരണാധികാരി അക്രമിയായത്. അള്ളാഹു തആല കാക്കട്ടെ. ഇവിടെ അല്ല നോക്കേണ്ടത്, ഇവിടെ അല്ല, അവിടെയാണ് പണിയെടുക്കേണ്ടത്. അള്ളാഹിന്റെ പൊരുത്തം തിരിച്ചു കിട്ടണം. ഇവിടെ ഒരു കാര്യമില്ല, ഇവിടെ പണിയെടുത്തിട്ട് ഒരു കാര്യമില്ല. ഇവിടെ പണിയെടുത്തിട്ട് എന്താ കാര്യം? ഇവിടെ പണിയെടുത്തിട്ട് എന്താ കാര്യം? ഇവിടെ പണിയെടുത്തിട്ട് എന്ത് കാര്യം? ആഴ്ചയിൽ ഓരോ SI മാറി വരുന്ന ഈ നമ്മളെ നാട്ടിൽ വരുന്ന SIക്കൊക്കെ പൂമാല കൊണ്ടേ കൊടുത്തിട്ട് എന്താ കാര്യം? ആ പൂമാല ഉണങ്ങണതിന് മുമ്പ് SI അവിടുന്ന് പോവില്ലേ? അതിനേക്കാൾ നല്ലത് 5 കൊല്ലെങ്കിലും മാറൂല എന്ന് ഏകദേശ ധാരണയുള്ള ആഭ്യന്തര വകുപ്പ് മന്ത്രിയെ പരമാവധി പിടിക്കാൻ നോക്കിയതല്ലേ നല്ലത്? അയാളെ ആളായ പിന്നെ ഒരു പ്രശ്നമില്ലല്ലോ, അതല്ലേ നല്ലത്? ആഭ്യന്തരമന്ത്രിയുടെ ആളായി കഴിഞ്ഞാൽ പിന്നെ പോലീസ് എന്ത്, SI എന്ത്, DGP എന്ത്? അപ്പൊ നമ്മൾ ചിന്തിക്കണം. ഇദാ ഗളിബല്ലാഹു അലാ ഖൗമിൻ, ഒരു ജനത്തിന്റെ മേൽ അള്ളാഹുവിന് കോപം വന്നാൽ യുസല്ലിത്തുല്ലാഹു അലൈഹിമുൽ ളാലിമ, അക്രമിയെ പിടിച്ച് ഭരണാധികാരിയാക്കും. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ, തുടച്ചു നീക്കും. വളരെ വലിയ പ്രയാസങ്ങൾ ഉണ്ടാവും. അള്ളാഹു നമ്മെ കാക്കട്ടെ. ഉറക്കപ്പറ, അള്ളാഹു നമ്മളെ കാക്കട്ടെ. അള്ളാഹുന് മൂല്യന്മാരെ 60,000 മൂല്യന്മാരെയാണ് ഉച്ചയായപ്പോഴത്തേന് അർത്ഥട് കൊന്നത്. മൂല്യന്മാരെ, ദർസിലെ മൂല്യന്മാരെ അർത്ഥട് കൊന്നു. എവിടെ? AD 1099. ആര്? കുരിശ് പടയാളികൾ. അതിനൊന്നാമതായി നേതൃത്വം നൽകിയ ആളാണ് പീറ്റർ. അതുകൊണ്ടാണ് സെന്റ് പീറ്റേഴ്സ്ബർഗ് എന്ന് പീറ്ററെ വിശുദ്ധനായി പ്രഖ്യാപിക്കപ്പെട്ടത്. മനസ്സിലായില്ല? ക്രിസ്ത്യാനികൾക്ക് പ്രധാനപ്പെട്ട ഒരാളാണ് ആര്? പീറ്റർ. സെന്റ് പീറ്റർ കേട്ടിട്ടില്ലേ? മനസ്സിലായില്ലേ? റഷ്യയിൽ ഒരു ഏരിയ ഉണ്ടല്ലോ സെന്റ് പീറ്റേഴ്സ്ബർഗ്. പീറ്ററുടെ പേരില്ല. എന്താ കാരണം? കുരിശുദ്ധത്തിന് ആദ്യമായി നേതൃത്വം നൽകിയത് പീറ്ററാണ്. പീറ്റർ ജെറൂസലേമിൽ എത്തിയില്ല, അതിനും പീറ്റർ മരിച്ചു പോയിട്ടുണ്ട്. ചിന്തിക്ക്. AD 1099 അവര് വന്നു. എന്നിട്ട് എന്ത് ചെയ്ത്? 60,000-ഓളം വരുന്ന മുതഅല്ലിമീങ്ങളെയും നാട്ടുകാരെയും ഒരു ദിവസം ഉച്ചയായപ്പോഴത്തിന് അറുത്ത് കൊന്ന് രക്തപ്പുഴ ഒഴുകി. AD 1099. പഠിച്ചോക്ക്. മുതഅല്ലിമീങ്ങളെ, ആലിമീങ്ങളെ, വലിയ ആലിമീങ്ങളെ അറുത്തിട്ട് കൊന്ന്. എവിടെ കൊന്നത്? ബഹുമാനപ്പെട്ട ബൈത്തുൽ മുഖദ്ദസിന്റെ ഹറമിലിട്ട് അറുത്തട് കൊന്ന്. ആര്? ക്രിസ്ത്യാനികള്, കുരിശ് പടയാളികള്. എന്നിട്ട് എന്ത് ചെയ്ത്? ബൈത്തുൽ മുഖദ്ദസിന്റെ മെഹ്റാബ് പൊളിച്ച് അതിന്റെ മുകളിൽ സ്വർണ്ണ കുരിശ് നാട്ടി മെഹ്റാബിന്റെ ഭാഗത്ത് ആലയാക്കിയ തൊഴുത്ത്, കുതിരത്തൊഴുത്ത്. മെഹ്റാബ്, ഇന്ന് ബൈത്തുൽ മുഖദ്ദസിന്റെ മെഹ്റാബ് നിന്നിരുന്ന സ്ഥലത്ത് കുതിരത്തൊഴുത്ത്, അവിടെ ചാണകം. നേരെ ഇന്ന് ചെരുപ്പ് വെക്കുന്ന ഭാഗത്ത് അവരുടെ ആൾത്താര, അവിടെ കുർബാന വായിച്ച്. മനസ്സിലായില്ല? മെഹ്റാബിൽ എന്ത്? കുതിരക്കൂട്ടം, ചാണകം. ഇന്ന് ചെരുപ്പ് വെക്കുന്ന ഭാഗത്ത് എന്ത് ചെയ്ത്? അവിടെ ആൾത്താര ഉണ്ടാക്കി, അവിടെ കുർബാന തുടങ്ങി. മുകളിൽ സ്വർണ്ണ കുരിശും. AD 1187 വരെ 88 കൊല്ലം ഈ ജനത വിളയാട്ടം നടത്തി. പിന്നെ അതിനൊരു മാറ്റമുണ്ടാക്കി. അവരിലേക്ക് വന്നു പിന്നെ മഹാനായ സുൽത്താൻ സലാഹുദ്ദീൻ റഹ്മത്തുള്ളാഹി അലൈഹി. അള്ളാഹു അവർക്ക് മഗ്ഫിറത്ത് നൽകട്ടെ. ചിന്തിക്ക്. ഞാൻ അവസാനിപ്പിക്കാണ്. എന്താ ഇതിന്റെ അർത്ഥം? ഒക്കെ നടക്കും. وَلَقَدْ آتَيْنَا مُوسَى الْكِتَابَ مِنْ بَعْدِ مَا أَهْلَكْنَا الْقُرُونَ الْأُولَى. പല ജനതകളെയും നശിപ്പിച്ചതിന് ശേഷമാണ് നാം ആദ്യത്തെ വേദഗ്രന്ഥം മൂസാക്ക് നൽകിയത് എന്നാണ് ഇന്നത്തെ
ഇന്നത്തെ പാഠം, അതന്നെ കഴിഞ്ഞ ആഴ്ചത്തെ പാഠം. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ചിന്തിക്ക്, ആരും നിഗളിക്കണ്ട, ആരും വലിയതാവണ്ട. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. നമ്മൾ എന്നാരും പറയുകയും വേണ്ട. അതും നിങ്ങൾ ചിന്തിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ഉദാഹരണം നിങ്ങളോട് പറയുന്നത്. ഒരു ദിവസം ഉച്ചയായപ്പോഴത്തിന് ഞാൻ പറഞ്ഞില്ലേ, 60,000-ഓളം മുതഅല്ലിമീങ്ങൾ, ആലിമീങ്ങൾ, മുത്തഖീങ്ങളാകുന്ന ജെറൂസലേം നിവാസികളെ 60,000-ഓളം ആളുകളെ ഉച്ചയായപ്പോഴത്തിന് കുരിശ് പട്ടാളക്കാർ അറുത്ത് കൊന്നു. ഈ ഭരണം പിന്നെ 88 കൊല്ലം നിലനിന്നു. AD 1187 വരെ കുരിശ്. ഈ ഒരു സംഭവത്തിന് ശേഷമാണ് പിന്നീട് എന്തുണ്ടായത്? ഈ 1187 ശേഷം സുൽത്താൻ സലാഹുദ്ദീൻ വന്നു റഹ്മത്തുള്ളാഹി അലൈഹി. അപ്പൊ നിങ്ങൾ ചിന്തിക്കണം, ഇങ്ങനെയൊക്കെ ഭൂമിയിൽ സംഭവിക്കാം. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. എല്ലാവരും എവിടെയും സുരക്ഷിതരാണെന്ന് ആരും വിചാരിക്കണ്ട. എന്നാൽ അള്ളാഹുലേക്ക് ഇൻ തൻസുറുല്ലാഹ യൻസുറുക്കും, നിങ്ങൾ അള്ളാഹിനെ സഹായിച്ചാൽ അള്ളാഹു നിങ്ങളെ സഹായിക്കും. യൻസുറുക്കും അല്ലാഹു ഫലാ ഗാലിബ ലക്കും, നിങ്ങളെ അള്ളാഹു സഹായിച്ചാൽ നിങ്ങളെ ജയിക്കാൻ ആർക്കൂട്ട് സാധ്യവുമല്ല. അള്ളാഹു തആല അവന്റെ മുത്തഖീങ്ങളായ അടിമകളിൽ നമ്മളെല്ലാവരും ഉൾപ്പെടുത്തട്ടെ.